ഹലോ എവരിവൺ, ഈ വർഷത്തെ നമ്മുടെ കീം എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഏപ്രിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ കീമിൻ്റെ ഒരു PYQ ചെയ്യാൻ പോവുകയാണ്. ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്. നമ്മുടെ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൈനോമിയൽ എക്സ്പാൻഷനകത്ത് നമുക്കൊരു എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. സോ ഇതിലെ കോൺസ്റ്റൻറ്റ് ടേം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഈ ബൈനോമിയൽ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ടേംസ് വരും എക്സ് കൂട്ടി. സോ എക്സ് ഇല്ലാത്ത ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ മാത്രം ഈ എക്സ്പാൻഷനകത്ത് വരും. അപ്പോൾ ആ എക്സ്പാൻഷനകത്ത് ആ കോൺസ്റ്റൻറ്റ് ടൈം കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ ഈ ജനറൽ ടൈമിൻ്റെ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ജനറൽ ടൈം എന്ന് പറയുന്നത് NCR A⁻n−r × B⁻r എന്ന് പറയുന്നതാണ് നമ്മുടെ ജനറൽ ഫോർമുല. സോ അപ്പോൾ ഈ ജനറൽ ഫോർമുല ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ്, അതായത് ഇവിടെ തന്നിട്ടുണ്ട് AX⁻p + 1/BX⁻q n എന്ന ഫോർമാറ്റിലാണ് നമ്മുടെ ബൈനോമിയൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് R കണ്ടുപിടിക്കാൻ സാധിക്കും. R എങ്ങനെ കണ്ടുപിടിക്കാം? NP - M/P + Q. അതായത് ഇതിനകത്ത് n എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ബൈനോമിയലിനകത്ത് ഈ റൈസ്ഡ് പവർ തന്നിരിക്കുന്ന വാല്യൂ ആണ്, അത് 7 ആണ്. ഇനി P എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ എക്സിൻ്റെ പവർ. ഇവിടെ √x ആയതുകൊണ്ട് x⁻² ആണ്. സോ പവർ എന്ന് പറയുന്നത് 1/2 വരും. ദെൻ M എന്ന് പറയുന്നത് ബൈനോമിയൽ എക്സ്പാൻഷൻ കോൺസ്റ്റന്റ് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ x⁻0യുടെ കോഎഫിഷ്യൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ M എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ P അഗെയിൻ ദിസ് 1/2. ദെൻ Q എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സിൻ്റെ നമ്മുടെ പവർ ആയിരിക്കും, അതായത് 3 ആണ്. ഓക്കെ, സോ അതിട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ R = N7 ആണ്, P 1/2 ആണ്, M 0 ആണ്, ദെൻ P അഗെയിൻ 1/2 ആണ്, Qൻ്റെ വാല്യൂ 3 ആണ്. സോ ഇത് നമുക്ക് 7/2 / 7/2 എന്ന് കിട്ടും. ആറിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടും. സോ ഇനി എങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ടൈം കണ്ടുപിടിക്കേണ്ടത്? അതായത് നമ്മൾ കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുമ്പോൾ ഈ എക്സ്പാൻഷനകത്ത് എക്സിൻ്റെ ടൈമുകൾ ഒന്നും വരാൻ പാടില്ല, കോഎഫിഷ്യൻറ്റുകൾ മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ കോൺസ്റ്റന്റ് ടൈം എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? NCR, അല്ലേ? സോ ഇവിടുത്തെ NCR വേണം. സോ N 7 ആണ്, നമുക്ക് R 1 കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? 7C1. ദെൻ നമ്മൾ നോക്കുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എത്രയാണ്? 1. സോ 1⁻n−r, ദാറ്റ് ഈസ് 7 - 1, അത് 6 ആണ്. സോ 1⁻ എന്ത് വന്നാലും 1 തന്നെയാണ്. ഇൻറ്റു നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്താ? -3 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? -3⁻r വാല്യൂ 1 ആണ്. അതായത് ഈ ഒരു ജനറൽ ടൈം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ കൺസിഡർ ചെയ്തത്. പക്ഷേ ഇവിടുത്തെ എക്സും വൈയും നമ്മൾ എടുത്തിട്ടില്ല, ഒൺലി കോഎഫിഷ്യൻസ് ആയിട്ടുള്ള ടേമുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സോ ഇത് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. സോ 7C1 എന്ന് പറഞ്ഞാൽ 7 ആണ്. ദെൻ 1⁻ എനിത്തിങ് 1 തന്നെയാണ്. ദെൻ -3⁻1 ആണ്. സോ അത് -3 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടും? -21 ആണ് നമ്മുടെ കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുന്നത്. സോ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി. അപ്പോൾ ഇതേപോലെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ പല ചാപ്റ്ററുകളായിട്ട് നമ്മുടെ കീം XPL ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് കീം എക്സാമിന് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഷോർട്ട് കട്ടുകളെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ഈ ബാച്ചിലൂടെ പഠിക്കാം. സോ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്നിച്ച് കീം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.